വാർത്തകൾ തുടർന്നു നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. ടി.ഐ. മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് കട്ടെന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണന്റെ ആരോപണം തള്ളി പാർട്ടി. വാദം അവാസ്തവമെന്ന് CPIM നേതാവ് MV ജയരാജൻ. കുഞ്ഞികൃഷ്ണനെതിരെ ജില്ലയിൽ വ്യാപക പോസ്റ്ററുകൾ. ഒറ്റുകാരനെ നാട് തിരിച്ചറിയുമെന്ന പോസ്റ്ററിൽ. ആരോപണം അപൂർവങ്ങളിൽ അപൂർവമെന്ന് KC വേണുഗോപാൽ MP. CPIM പ്രതിയെ സംരക്ഷിക്കുകയാണെന്ന് VD സതീശൻ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT അന്വേഷണത്തിൽ വിമർശനവുമായി കോൺഗ്രസ്. കുറ്റപത്രം സമർപ്പിക്കാത്തത് ഗുരുതര വീഴ്ചയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കുകയാണെന്നും വിമർശനം. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ വിധി 28-ന് കോടതിയിൽ പുതിയ ശബ്ദരേഖ ഹാജരാക്കി പ്രതിഭാഗം. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയെന്ന വാദം അന്തിമ വിധി പുതിയ തെളിവിന്റെ ആധികാരികത പരിശോധിച്ച ശേഷമെന്ന കോടതി. റിമാൻഡ് കാലാവധി നീട്ടാൻ അപേക്ഷ നൽകി SIT. ഷിംജിതയ്ക്കെതിരെ ഹണി ട്രാപ്പ് ആരോപണവുമായി ജീവനൊടുക്കിയ ദീപകിന്റെ കുടുംബം. ഷിംജിത മുൻപും ഹണി ട്രാപ്പ് വഴി ധനസമ്പാദനം നടത്തി. ആരോപണം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ. ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ്. ദീപക് ഭീഷണി നേരിട്ടോ എന്നും അന്വേഷിക്കണം. നെയ്യാറ്റിൻകരയിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അച്ഛനെതിരെ കൊലക്കുറ്റം ചുമത്തി. കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നുവെന്ന മൊഴി. പിതൃത്വവുമായി ബന്ധപ്പെട്ട സംശയമുണ്ടായിരുന്നെന്നും ഷിജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക, അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. BJP പൊതുവേദിയിൽ പ്രധാനമന്ത്രിയെ ഗൗനിച്ചില്ലെന്ന വാർത്തയിൽ വിശദീകരണവുമായി ശാസ്തമംഗലം കൌൺസിലർ R. ശ്രീലേഖ. ക്ഷണിച്ചാലല്ലാതെ VVIPകളുടെ അടുത്ത് പോകരുതെന്നാണ് പഠിച്ചത്. നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ തുടർന്നത് അച്ചടക്കത്തിന്റെ ഭാഗമെന്നും വിശദീകരണം. പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് ഔദ്യോഗിക തുടക്കം. വൈകിട്ട് 4-ന് നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2ാം ഘട്ടത്തിൽ നടക്കുന്നത് 9,700 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. റായ്പൂർ T20യിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ന്യൂസിലാൻഡിനെതിരെ 209 റൺസിന് വിജയം. 76 റൺസുമായി ഇഷാൻ കിഷനും 82 റൺസുമായി സൂര്യകുമാർ യാദവും മത്സരത്തിൽ തിളങ്ങി. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിൽ. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി ആരോപണത്തിൽ ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഗുരുതര ക്രമക്കേടായിട്ടും പോലീസിനെ അറിയിച്ചില്ല. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നും പാർട്ടി കോടതിയാണ് എല്ലാം തീരുമാനിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. പയ്യന്നൂരിലെ CPM ജില്ലാ കമ്മിറ്റി അംഗം MLAക്കെതിരായി ഗുരുതരമായ ആരോപണം. ഇത് ആദ്യത്തെ ആരോപണമല്ല. ഇത് പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ടൊരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM എന്താണ്? ഇതെല്ലാം പാർട്ടി കോടതിയാണോ? ഇത് ഗുരുതരമായ ക്രമക്കേടാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ജനങ്ങളിൽ നിന്നും പണം പിരിച്ചിട്ട് ആ പണം കട്ടെടുത്തിരിക്കുകയാണ്. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല, അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ ആൾ തെളിവുകൾ സഹിതം റെസീറ്റിൻ്റെ കാരണങ്ങൾ സമിതം വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പാർട്ടി തന്നെ അന്വേഷിച്ച് കേസ് ഒതുക്കി തീർക്കുകയാണ്. അത് പോലീസിലേക്ക് പാർട്ടി നേതാക്കന്മാർക്ക് ഈ രക്തസാക്ഷിയുടെ പേരിൽ
പണം പിരിച്ചത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർ പോലീസിനെ അറിയിച്ചില്ല എന്ന് പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. രക്തസാക്ഷി ഫണ്ട് തിരിമറി നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ വി കുഞ്ഞികൃഷ്ണനെ തള്ളി CPIM. ആരോപണങ്ങൾ അവാസ്തവമെന്ന് മുതിർന്ന CPIM നേതാവ് MV ജയരാജൻ പറഞ്ഞു. പണം ആരും തട്ടിയിട്ടില്ല, ഫണ്ടിൽ ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും നേതാക്കൾ പറഞ്ഞു. കുഞ്ഞികൃഷ്ണന്റെ നടപടി പാർട്ടിയെ തകർക്കാനാണെന്നും അന്തരിച്ച കൊടിയേരിയെ വരെ അപമാനിച്ചെന്നും നേതാക്കൾ ആരോപിച്ചു. ഫണ്ട് തിരിമറി നടത്തിയെന്ന കുഞ്ഞികൃഷ്ണന്റെ ആരോപണം CPIM പാർട്ടിക്കകത്ത് നിന്ന് വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഗത്യന്തരമില്ലാതെയാണ് നേതാക്കളുടെ ഇത്തരം ആരോപണങ്ങൾ പുറത്തുവരുന്നത്. CPIM നേതൃത്വം ഇത് പരിശോധിക്കണമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ഞങ്ങൾക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫിനിഷ് ചെയ്യണമെന്നൊരു നിലപാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞികൃഷ്ണനെ കുറിച്ചിട്ട് അവരെ മനസ്സിലാക്കേണ്ടത് ജീർണിച്ച പാർട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ആശയ പാപ്പരത്വവും ആശയ ദാരിദ്ര്യവും നേരിടുന്ന ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെയാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത് മനസ്സിലാക്കുക. CPM ശൈലി അനുസരിച്ചിട്ട് ആ പാർട്ടിക്കകത്തുനിന്നും ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് അവരൊക്കെ ഇത് പ്രതികരിക്കേണ്ടി വരുന്നത്. അത് ആ പാർട്ടി പരിശോധിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫിനിഷ് ചെയ്ത് കളയണമെന്നൊന്നും ആഗ്രഹിച്ചിരിക്കുന്നതല്ല. പക്ഷെ അവരുടെ ആശയങ്ങളെയെല്ലാം കുഴിച്ചുകൂടാൻ നിൽക്കുന്ന പാർട്ടിയായിട്ട് മാറിയിരിക്കുക. TI മധുസൂദനൻ MLA രക്തസാക്ഷി ഫണ്ട് കട്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ ജില്ലയിൽ വ്യാപക പോസ്റ്ററുകൾ. പയ്യന്നൂർ LIC ജംഗ്ഷനിലും അന്നൂർ കാർമേൽ മുച്ചിലോടിന് മുന്നിലുമാണ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഒറ്റുകാരനെ നാട് തിരിച്ചറിയുമെന്നാണ് പോസ്റ്ററിലുള്ളത്. ആരോപണത്തിന് പിന്നാലെ വി കുഞ്ഞികൃഷ്ണന്റെ വാദങ്ങൾ പാർട്ടി തള്ളി. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. പയ്യന്നൂർ MLA TI മധുസൂദനനും സംഘവും പാർട്ടി രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ 1 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ തെളിവ് സഹിതം സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ പാർട്ടി തന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ചെന്നും വി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിരുന്നു. അതേസമയം വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളടക്കം ചർച്ച ചെയ്യാൻ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി നാളെ യോഗം ചേരും. സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലാകും യോഗം ചേരുക. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്നും മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണെന്നും ഇതിലൂടെ കുറ്റവാളികൾക്ക് ജാമ്യം ലഭിക്കാൻ SIT അവസരമൊരുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നടത്തുന്നതിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും SITക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഗൗരവതരമായി അവരത് പരിശോധിക്കണം. മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യമാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിലാണ് ജാമ്യം കിട്ടിയത്. ഇപ്പോൾ അടുത്ത കേസിൽ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. അടുത്ത കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും. അപ്പോൾ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് കാരണമാവും. അന്വേഷണത്തിൻ്റെ റഡാറിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഈ ജാമ്യം ഒരു കാരണമായി മാറും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ സമ്മർദ്ദത്തിലേക്ക് SIT വഴങ്ങുകയാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അടൂർ പ്രകാശിന്റെ ഫോട്ടോ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കേസിൽ
സ്വർണ്ണപ്പാളി കേസിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് SIT വഴങ്ങുകയാണ്. ഹൈക്കോടതി പല പ്രാവശ്യം ഇത് നിരീക്ഷണം നടത്തിയിട്ടും ദൗർഭാഗ്യവശാൽ SITയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ശക്തമായ നടപടി കാണുന്നില്ല എന്നുള്ള ദൗർഭാഗ്യം. അത് നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, SITയുടെ മേൽ കേരള സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദമുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതികളെ CPIM സംരക്ഷിക്കുകയാണെന്ന് ആവർത്തിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേസിൽ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി 27-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തി അത് വീണ്ടെടുക്കണമെന്നും ഇല്ലെങ്കിൽ കേസിന്റെ തെളിവിനെ ബാധിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രതികളെ സഹായിക്കാൻ അടൂർ പ്രകാശിന് കഴിയുന്ന ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിശദീകരണം തന്നെ വന്നിട്ടുണ്ട്. ഒരു വലിയ ആരാധനാ കേന്ദ്രത്തിൽ ഉന്നതമായ ഒരു ചുമതല വഹിക്കുന്ന ഒരാളുമായി പരിചയപ്പെടാനോ സൗഹൃദം ഉണ്ടാകാനോ അദ്ദേഹത്തെ ഒരു ഫോട്ടോയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടാനോ ഇടയായാൽ ഒന്നൊരു വലിയ തെറ്റല്ല. ഇവിടെ വിഷയം എന്താണ്? വിഷയത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി എത്ര ശ്രമിച്ചാലും അവർക്ക് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിയില്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേസ് അന്വേഷിക്കുന്നത്. അവരെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? കടകംപള്ളിയെ ചോദ്യം ചെയ്തല്ലോ. ഒന്നുമില്ല. അത് വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത് കൂട്ടായ നേതൃത്വമാകുമെന്ന ധാരണ. ഡൽഹിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നേതാക്കൾ നടത്തിയ യോഗത്തിലാണ് സുപ്രധാന കാര്യങ്ങളിൽ ധാരണയായത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രചാരണ സമിതി അധ്യക്ഷനാകാൻ സാധ്യതയുണ്ട്. ചെന്നിത്തലയെ നിർദ്ദേശിക്കാൻ സംസ്ഥാന നേതാക്കൾക്കിടയിൽ ധാരണയായിട്ടുണ്ട്. 27-ന് തെരഞ്ഞെടുപ്പ് സമിതിയും ചേരും. അതേസമയം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്നും വിവരമുണ്ട്. KPCC അധ്യക്ഷ ചുമതലയിലേക്ക് KC ജോസഫിനും കൊടിക്കുന്നിലിനുമാണ് പരിഗണന. MP-മാരായ ആന്റോ ആന്റണിയെയും ഷാഫിയെയും പരിഗണിക്കണമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാനും ചർച്ചയിൽ നിർദ്ദേശം വന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സൗഹൃദ സംഭാഷണത്തിലൂടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇന്നലെ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു. 27-ാം തീയതി തന്നെ കേരളത്തിലെ കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി 27-ന് തിരുവനന്തപുരത്ത് ചേരുന്നു. അതേ തുടർന്ന് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരുടെയും DC പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ജില്ല തിരിച്ചുള്ള യോഗങ്ങൾ 3 ദിവസം കൊണ്ട് KPCCയിൽ ചേരുകയാണ്. സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് UDF-ഉം കോൺഗ്രസും മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം വാഗ്ദാനങ്ങൾ നൽകാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് വർഗീയതയുടെ വിഷം ചീരാനാണ് വന്നതെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് കേരളം മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കണമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ഇത്തരം ജുംലകളൊന്നും കേരളത്തിൽ ചിലവാവില്ല. വർഗീയതയുടെ വിഷം ചീറ്റാനാണ് വീണ്ടും പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇത് ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സാമൂതിരിയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ഒക്കെ അവരൊക്കെ ഉഴുതു മറിച്ചിട്ട മണ്ണാണ് ഈ കേരളം. ജനങ്ങളെയെല്ലാം സ്നേഹിച്ചും പരസ്പരം ബഹുമാനിച്ചും ഒക്കെ നിൽക്കുന്ന നാട്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് പ്രാസം ഒപ്പിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് വർഗീയത വിളമ്പുകയല്ല വേണ്ടത്. അത് അങ്ങേയറ്റത്തെ നിലവാരം കുറഞ്ഞ പ്രസ്താവനയായിപ്പോയി. പ്രധാനമന്ത്രിക്ക് മനസ്സിലാവാനിരിക്കുന്നില്ല. ഇപ്പോഴും ഈ പഞ്ചായത്ത് ഇലക്ഷനും പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുള്ളി പറഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അഹമ്മദാബാദ് കോർപ്പറേഷനെ പോലെയാണെന്ന്. കേരളം മനസ്സിലായിട്ടില്ല പ്രധാനമന്ത്രിക്ക്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒന്ന് പ്രധാനമന്ത്രി ഇട്ട് പരിശോധിച്ച് നോക്കണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര % വോട്ടാണ് BJP കിട്ടിയത്? എത്ര ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ BJP കിട്ടിയിട്ടുണ്ട്? എത്ര ബ്ലോക്ക് പഞ്ചായത്തുകൾ BJP കിട്ടിയിട്ടുണ്ട്? ഈ കണക്കൊന്ന് പ്രധാനമന്ത്രി പരിശോധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിൽ നടപടി. BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയനെതിരെ കേസെടുത്തു. നടപ്പാത തടസ്സപ്പെടുത്തി ഫ്ലെക്സ് ബോർഡുകൾ വെച്ചതിനാണ് കേസെടുത്തത്. പാളയം മുതൽ പുളിമൂട് വരെ പാതയിൽ തടസ്സം സൃഷ്ടിച്ചുവെന്നാണ് കേസ്. അതേസമയം സംഭവത്തിൽ കോർപ്പറേഷൻ നേരത്തെ പിഴ ഈടാക്കിയിരുന്നു.
BJP പൊതുവേദിയിൽ പ്രധാനമന്ത്രിയെ ഗൗനിച്ചില്ലെന്ന വാർത്തകളോട് പ്രതികരിച്ച് ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖ. VVIP ഡ്യൂട്ടികൾ ചെയ്ത് പരിചയിച്ച പോലീസ് ഉദ്യോഗസ്ഥ ആയതിനാൽ VVIP ഡ്യൂട്ടികളിൽ പാലിക്കേണ്ട അച്ചടക്കം മാത്രമാണ് പാലിച്ചതെന്ന് ആർ ശ്രീലേഖ പറഞ്ഞു. ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നാണ് പഠിച്ചത്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ തനിക്ക് ലഭിച്ച സ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ് താൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചതെന്നും ആർ ശ്രീലേഖ പ്രതികരിച്ചു. ഫേസ്ബുക്ക് സ്റ്റോറിയിലൂടെയായിരുന്നു പ്രതികരണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എന്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. VVIP എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടു. ഇതിലാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുളത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിൽ ഈ മാസം 28-ന് വിധി പറയും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി വിധി പറയുന്നതിനായി മാറ്റിക്കൊണ്ട് ഉത്തരവിട്ടത്. രാഹുൽ മാങ്കുളത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കിയ സാഹചര്യത്തിലാണ് കേസ് മാറ്റിവെച്ചത്. പരാതിക്കാരിയുമായുള്ളത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് സ്ഥാപിക്കുന്നതാണ് ശബ്ദരേഖ എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ശബ്ദരേഖയുടെ ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അതേസമയം കേസിൽ മാങ്കുളത്തിന്റെ റിമാൻഡ് കാലാവധി നീട്ടാൻ SIT അപേക്ഷ നൽകി. നിലവിൽ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കുളത്തിൽ ജയിലിലായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. കോഴിക്കോട് സ്വദേശി ദീപകന്റെ ആത്മഹത്യയിൽ ഹണി ട്രാപ്പ് ആരോപണത്തിന്റെ സാധ്യതയും പരിശോധിക്കും. പ്രതിയായ ഷിംജിത മുസ്തഫയ്ക്കെതിരെ ദീപകിന്റെ കുടുംബമാണ് ഹണി ട്രാപ്പിൽ കുടുക്കാനുള്ള ശ്രമം ആരോപിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഷിംജിത മുൻപും സമാനമായ രീതിയിൽ ഹണി ട്രാപ്പിലൂടെ ധനസമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ദീപകിന്റെ ഫോണും പോലീസ് പരിശോധിക്കും. ഷിംജിതയിൽ നിന്ന് കുടുംബം ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഭീഷണി ദീപകിന് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുക. ഇതിനായി ഷിംജിതയുടെ ഫോണിനോടൊപ്പം തന്നെ ദീപകിന്റെ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് നീക്കം. കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിതയ്ക്കെതിരെ വീണ്ടും പരാതി. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിന് പരാതി നൽകിയത്. വീഡിയോയിൽ തന്റെ മുഖം ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അത് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. വീഡിയോയിൽ തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് പരാതിയിലെ ആരോപണം. പരാതിയുടെ വിശദാംശങ്ങൾ ലഭിക്കാൻ ദീപകിന്റെ കുടുംബം പോലീസിന് വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ട്. ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിതയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. ഷിംജിത വീണ്ടും വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. വീഡിയോയിൽ തന്റെ മുഖം ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അത് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. വീഡിയോയിൽ തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നതാണ് പരാതിയിലെ ആരോപണം. പരാതിയുടെ വിശദാംശങ്ങൾ ലഭിക്കാൻ ദീപകിന്റെ കുടുംബം പോലീസിന് വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ട്. വാർത്തകൾ തുടർന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരന്റെ മരണത്തിൽ പിതാവ് ഷിജിലിനെതിരെ കുറ്റം ചുമത്തി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുഞ്ഞിനെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നതാണ് ഷിജിലിന്റെ മൊഴി. ഷിജിലിന് കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നു. കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട സംശയമുണ്ടായിരുന്നു. ഇതേ ചൊല്ലി ഭാര്യയുമായി സ്ഥിരം വഴക്കിട്ടിരുന്നു. ഭാര്യയുമായുള്ള പിണക്കത്തെ തുടർന്നാണ് കുഞ്ഞിനെ മർദ്ദിച്ചത് എന്നാണ് പ്രതിയുടെ മൊഴി. അടിവയറ്റിൽ ഉണ്ടായ ക്ഷതത്തിൽ നിന്നുണ്ടായ രക്തസ്രാവം മൂലമാണ് കുഞ്ഞ് മരിച്ചത്
എന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെ പോലീസ് ഷിജിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും പ്രതി കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. ഈ മാസം 16-നാണ് ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനായ 1 വയസ്സുകാരൻ ഇഹാൻ കുഴഞ്ഞു വീണ് മരിച്ചത്. അച്ഛൻ ഷിജിൻ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ചതിന് ശേഷമാണ് കുഞ്ഞ് കുഴഞ്ഞു വീണത് എന്നതായിരുന്നു അമ്മയുടെ മൊഴി. അതിവേഗ റെയിൽപാത പദ്ധതിയിൽ റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയതായി ഇ ശ്രീധരൻ അറിയിച്ചു. കേരളത്തിൽ ആകെ 22 സ്റ്റേഷനുകൾ ഉണ്ടാകും. മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കും വേഗത. 70% എലവേറ്റഡ് പാതയും 20% തുരങ്കപാതയുമായിരിക്കും. 1 ലക്ഷം കോടി രൂപയാണ് ആകെ ചെലവായി കണക്കാക്കുന്നത്. റെയിൽപാത വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് കടന്നുപോകും. ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലമെടുപ്പ്. തൂണുകളുടെ പണി കഴിഞ്ഞാൽ ഭൂമി തിരികെ നൽകും. ഭൂമിയിൽ വീട് കെട്ടാൻ പാടില്ല. അതേസമയം കൃഷിക്ക് ഉപയോഗിക്കാം. സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്തിട്ടില്ലെന്നും 15 ദിവസത്തിനകം റെയിൽവേ പ്രഖ്യാപനം നടത്തുമെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി. മകരവിളക്ക് ദിനം സന്നിധാനത്ത് സിനിമാ ഷൂട്ടിംഗ് നടന്നതായി പരാതി. ദേവസ്വം പ്രസിഡന്റിനാണ് പരാതി ലഭിച്ചത്. സംവിധായകൻ അനുരാജ് മനോഹറിന്റെ സിനിമയാണ് ചിത്രീകരിച്ചതെന്നും പരാതിയിൽ. ഹൈക്കോടതി വിലക്കുള്ളതിനാൽ സന്നിധാനത്ത് സിനിമാ ചിത്രീകരണം സാധ്യമല്ലെന്ന് സംവിധായകനെ അറിയിച്ചിരുന്നതായും പരാതി ലഭിച്ചതിനാൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ദേവസ്വം വിജിലൻസ് എസ്പിക്ക് നിർദ്ദേശം നൽകിയതായും ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. എന്നാൽ തന്റെ സിനിമ പമ്പ പശ്ചാത്തലമാണെന്നും ഷൂട്ടിംഗ് നടന്നത് പമ്പയിലാണെന്നും അതിന് ADGP S ശ്രീജിത്തിന്റെ അനുമതി വാങ്ങിയിരുന്നുവെന്നും സംവിധായകൻ പറയുന്നു. പാലക്കാട് കഞ്ചിക്കോടിൽ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് മേനൂൻപാറ സ്വദേശി അജീഷ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അജീഷിന്റെ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങി. ഫോണിൽ ഭീഷണി സന്ദേശങ്ങൾ വന്നതായും കണ്ടെത്തി. തിരിച്ചടവ് വൈകിയതോടെ അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് അജീഷിന് ഭീഷണി വന്നെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അജീഷിന്റെ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭീഷണിയിൽ മനനൊന്താണ് അജീഷ് ജീവൻ ഒടുക്കിയത് എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. റൂബിക് മണി എന്ന ആപ്പിന്റെ പേരിലായിരുന്നു ഭീഷണി. സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു. തിങ്കളാഴ്ചയാണ് അജീഷ് ജീവൻ ഒടുക്കിയത്. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ നിരന്തരം പരിഹസിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഗ്രീമയ്ക്ക് വിദ്യാഭ്യാസം കുറവെന്ന് പറഞ്ഞായിരുന്നു പരിഹാസം. എന്നാൽ ഗ്രീമയ്ക്ക് M.Tech വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഗ്രീമ മോഡേൺ അല്ല എന്ന് ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചിരുന്നു. 200 പവൻ കൊടുത്തിട്ടും സ്ത്രീധനം കുറഞ്ഞെന്നും പരാതിയുണ്ടായിരുന്നു. ഗ്രീമ മാനസികമായി തളർന്നിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹന അപകടത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മുഖ്യപ്രതി വിഷ്ണു നെയ്യാറ്റിൻകരയിൽ നിന്നും പിടിയിലായി. ഇന്നലെ രാത്രിയാണ് ആറ്റിങ്ങൽ DYSPയുടെ സ്ക്വാഡ് പ്രതിയെ പിടികൂടിയത്. വിഷ്ണു സഞ്ചരിച്ച ജീപ്പ് അംബികയെയും രഞ്ജിത്തിനെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം നിർത്താതെ പോയ ജീപ്പ് നാട്ടുകാർ തടഞ്ഞ് വിഷ്ണുവിനെ പോലീസിൽ ഏൽപ്പിക്കുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ വിടുകയുമായിരുന്നു. അംബിക മരിച്ച ശേഷമാണ് വിഷ്ണുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത്. അതിനുശേഷം വിഷ്ണു ഒളിവിൽ കഴിയുകയായിരുന്നു. അപകടം ഉണ്ടാക്കിയയാളെ പിടികൂടാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് SHOയെയും 2 SIമാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ കാർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ എതിർദിശയിൽ വന്നിടിച്ച ഡ്രൈവർക്കെതിരെ കേസെടുത്തു. അലക്ഷ്യമായി വാഹനം ഓടിച്ചെന്നാണ് കേസ്. അപകടത്തിൽ പരിക്കേറ്റ കളക്ടർ ഉൾപ്പെടെ 3 പേരും ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെയാണ് പത്തനംതിട്ട മാമൂട് വെച്ച് കളക്ടർ സഞ്ചരിച്ച കാർ എതിർദിശയിൽ വന്ന കാറിടിച്ച് തലകീഴായി മറിഞ്ഞത്.
ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മിനി വാൻ അപകടത്തിൽപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ശക്തി, ജാഫർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. തമിഴ്നാട് തൃച്ചിയിൽ നിന്നും വന്ന സഞ്ചാരികളുടെ വാഹനമാണ് ഗ്യാപ്പ് റോഡ് ബൈസൺ വാലി ഭാഗത്ത് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ മാളയിൽ പത്രവിതരണക്കാരന് വെട്ടേറ്റു. പ്ലശ്ശേരി വർഗീസിനാണ് വെട്ടേറ്റത്. അന്നമനട മേലടൂർ ജംഗ്ഷനിൽ വെച്ച് പുലർച്ചെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ വർഗീസിന്റെ ഇടത് കൈയിലെ തള്ളവിരൽ പൂർണ്ണമായും അറ്റുപോയി. വലത് കൈക്കും താടിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ജംഗ്ഷനിൽ പത്രക്കെട്ടുകൾ തരം തിരിക്കുന്നതിനിടെ ബൈക്കിലെത്തിയ മുഖംമൂടി ധരിച്ചയാളാണ് വർഗീസിനെ ആക്രമിച്ചത്. ഈ സമയം വർഗീസിനൊപ്പം മറ്റ് 2 പത്രവിതരണക്കാർ കൂടി സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെ ബലമായി തള്ളി മാറ്റിയ ശേഷമാണ് അക്രമി വർഗീസിനെ വെട്ടിയത്. വർഗീസിനെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മാള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് തച്ചമ്പാറയിൽ കൂട്ടിൽ കുടുങ്ങി. ഇന്നലെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പിടിയിലായ പുലിയെ വനംവകുപ്പ് കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇന്നലെ 6 മാസം പ്രായമായ പശുവിനെ പുലി കടിച്ചു കൊന്നിരുന്നു. പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധത്തിലാണ് കൂട് സ്ഥാപിച്ചത്. പുലിയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടാനാണ് സാധ്യത. ഇനി നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,025 രൂപ, പവന് 96,200 രൂപ. വെള്ളി ഗ്രാമിന് 335 രൂപ, കിലോ 3,35,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പഞ്ചാബ് ഫത്തേഗഡ് സാഹിബിൽ റെയിൽവേ പാളത്തിൽ സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിൽ ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന് പരിക്കേറ്റു. അമൃത്സർ ഡൽഹി റെയിൽവേ ലൈനിലാണ് സ്ഫോടനമുണ്ടായത്. പാളത്തിൽ കേടുപാടുകൾ കണ്ടെത്തി. സ്ഫോടനത്തിൽ RDX സാന്നിധ്യം സംശയിക്കുന്നുണ്ട്. ഡേറ്റിംഗ് ആപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ അമ്മയും മകളും ഉൾപ്പെടെ പ്രതികൾ. കണ്ണൂർ ചക്കരക്കൽ സ്വദേശിയിൽ നിന്നാണ് പണം തട്ടാൻ ശ്രമിച്ചത്. നഗ്ന ഫോട്ടോ പകർത്തി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഇബ്രാഹിം, അബ്ദുൾ കലാം, മൈമുനയുടെ 17 വയസ്സുള്ള മകൾ എന്നിവരാണ് പ്രതികൾ. പ്രതികളെല്ലാം കാസർഗോഡ് സ്വദേശികളാണ്. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരി വേട്ട. MDMAയുമായി 2 പേർ പിടിയിൽ. കാട്ടക്കട സ്വദേശി നന്ദു, കുടവൂർ സ്വദേശി നന്ദഹരി എന്നിവരാണ് പിടിയിലായത്. ഏകദേശം 8 ലക്ഷം വില വരുന്ന ലഹരി മരുന്നാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയത്. ബംഗളൂരിൽ നിന്ന് കൊണ്ടുവന്ന ലഹരി മരുന്ന് കൈപ്പറ്റുന്നതിനായി എത്തിയതാണ് ഇവർ. ലഹരിയുമായി ബൈക്കിൽ പോകവെ എക്സൈസ് പിടികൂടുകയായിരുന്നു.
മലപ്പുറം കരിപ്പൂരിൽ MDMA-യുമായി 4 പേർ പിടിയിൽ. കരിപ്പൂർ സ്വദേശി മുഹമ്മദ് കബീർ, എറണാകുളം പള്ളുരുത്തി സ്വദേശി സാദത്ത്, വേങ്ങര സ്വദേശി ഹർഷദ് അലി, കോഴിക്കോട് പന്തിരങ്കാവ് സ്വദേശി നിസാർ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. കരിപ്പൂർ സ്വദേശി മുഹമ്മദ് കബീറിന്റെ ഉടമസ്ഥയിലുള്ള ഔട്ട് ഹൌസിൽ നിന്നാണ് MDMA പിടികൂടിയത്. മലപ്പുറം നിലമ്പൂരിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരനും ഓട്ടോ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. നിലമ്പൂർ കീർത്തിപ്പടി അമ്പലത്തിന് മുന്നിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. പരിക്കേറ്റവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് പാലാഴി ഹൈലൈറ്റ് മാളിന് സമീപത്തെ സരോജ് റെസിഡൻസിയിൽ കവർച്ച നടത്തിയ പ്രതികൾ പിടിയിൽ. പറമൽ സ്വദേശി മുഹമ്മദ് ജാസിർ, പള്ളിത്താഴം സ്വദേശി മുഹമ്മദ് നിഹാൽ, കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് സൂറക്കത്ത് എന്നിവരാണ് പിടിയിലായത്. അധ്യാപകനായ മുഹമ്മദ് മുഷ്ഫിഖിന്റെ ഫ്ളാറ്റിലാണ് കവർച്ച നടന്നത്. ഫ്ളാറ്റിൽ കയറി ഉച്ചത്തിൽ പാട്ട് വെച്ച അധ്യാപകനെ മർദ്ദിച്ച ശേഷം കവർച്ച നടത്തുകയായിരുന്നു. 10,000 രൂപയും ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഇൻഡക്ഷൻ കുക്കറും ഉൾപ്പെടെ കവർന്നിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനും വേണ്ടിയാണ് പ്രതികൾ കവർച്ച നടത്തിയത്. തൃശൂർ ചാലക്കുടിയിൽ ആളുകളെ പരിഭ്രാന്തിയിലാഴ്ത്തി ആയുധധാരിയായ അജ്ഞാതൻ. വിജയരാഘവപുരം ഗ്രീൻ വാലി പരിസരത്തായിരുന്നു സംഭവം. മുഖംമൂടി ധരിച്ച ഒരാൾ മാരകായുധമെന്ന് സംശയിക്കുന്ന വസ്തുവുമായി പ്രദേശത്ത് എത്തുകയായിരുന്നു. പ്രദേശത്തെ ഒരു വീട്ടുമുറ്റത്ത് സംശയാസ്പദമായി ഇയാളെ കണ്ട ഗൃഹനാഥൻ ശബ്ദമുണ്ടാക്കിയതോടെ സ്ഥലത്തു നിന്നും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ലക്ഷ്യമിട്ടാണ് ഇയാൾ എത്തിയതെന്നാണ് നിഗമനം. അജ്ഞാതൻ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അതേസമയം മാളയിൽ പത്രവിതരണക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് രക്ഷപ്പെട്ട പ്രതി ചാലക്കുടിയിലേക്ക് എത്തിയതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൃശൂർ നന്ദികുളത്ത് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ വരന്തരപ്പള്ളി സ്വദേശി നിസാർ പരിക്കേൽക്കാതെ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. സ്കൂട്ടറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നിർത്തി ഇറങ്ങിയതിന് പിന്നാലെ തീ പടരുകയായിരുന്നു. നിസാർ പെട്ടെന്ന് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിമിഷ നേരം കൊണ്ട് സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു. 6 മാസം മുമ്പാണ് സ്കൂട്ടർ വാങ്ങിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഇനി കായിക വാർത്തകൾ നോക്കാം. ന്യൂസിലാൻഡിനെതിരായ 2ാം T20 മത്സരത്തിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. 209 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 15.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇഷാൻ കിഷന്റെയും സൂര്യകുമാർ യാദവിന്റെയും മികച്ച ഇന്നിംഗ്സുകളാണ് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചത്. റായ്പൂർ വീർ നാരായൺ സിംഗ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ന്യൂസിലാൻഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് നേടി. രചീൻ രവീന്ദ്രന്റെയും ക്യാപ്റ്റൻ സാന്റിന്റെയും ബാറ്റിംഗിന്റെ മികവിലാണ് ന്യൂസിലാൻഡ് മികച്ച സ്കോറിലെത്തിയത്. ഇന്ത്യക്കായി കുൽദീപ് യാദവ് 2 വിക്കറ്റും ശിവം ദുബെ, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ഹർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റും നേടി. അധികൃതരുടെ അവഗണന മൂലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ശാപമോക്ഷം. കോഴഞ്ചേരി നഗരഹൃദയത്തിന് സമീപത്തായി 250 പേർക്ക് ഇരിക്കാവുന്ന കമ്മ്യൂണിറ്റി ഹാളാണ് UDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച പഞ്ചായത്തിന് സ്ഥിരം വരുമാനം ലഭ്യമാകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ നിർജീവാവസ്ഥയിലായിരുന്ന പഞ്ചായത്തിന് ഏറെ വരുമാനം ലഭിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നിൽക്കുന്നത്. പ്രസിഡന്റ് ജോമൻ നമ്മളോട് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? കോഴഞ്ചേരി പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട ഒരു സ്ഥലമോ ഒരു കെട്ടിടവുമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ. ഏകദേശം 250 പേർക്ക് കൃത്യമായി ഇരിക്കാവുന്ന ഒരു ഹാളാണ്. നല്ലൊരു സ്റ്റേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും കൃത്യമായ പരിപാലനമില്ലാഞ്ഞ കാരണത്താൽ ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ഇതിന്റെ അറ്റകുറ്റപ്പണി, ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 24 ലക്ഷം രൂപ ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് മാത്രമായി ചിലവാക്കി.
എങ്കിലും അതിനു വേണ്ട വരുമാനം തിരിച്ച് പഞ്ചായത്തിന് ലഭിക്കുന്നില്ല. അനാവശ്യമായ ഇടപെടലുകളും മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടേതും പല സംഘടനകളിലും ഈ ഹോള് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 300 കസേര നേരത്തെ പഞ്ചായത്തിൻ്റെതുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ഒരു കസേര പോലും ഇല്ലാത്തൊരവസ്ഥയാണ് പഞ്ചായത്തിൽ. അതുമാത്രവുമല്ല, പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലെ ടോയ്ലറ്റ്, കൈ കഴുകുന്ന സ്ഥലം, അതിൻ്റെ ചുറ്റുപാട് എല്ലാം വൃത്തിഹീനമായി കിടക്കുന്നു. നമ്മൾ കണക്കെടുത്തപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ആകെ കിട്ടിയ വരുമാനം 12,000 രൂപ. കറണ്ട് ചാർജ് മാത്രം 35,000 രൂപ ആയി. മറ്റ് ക്ലീനിങ്, മെയിൻ്റനൻസ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് പരിപാലിച്ച് കൃത്യമായി കൊണ്ടുപോകാനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കമ്മിറ്റിയിൽ ഈ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്തി ചർച്ച ചെയ്തപ്പോൾ LDFന്റെ 3 മെമ്പർമാരുടെ ഭാഗത്തു നിന്ന് ഒരു സബ് കമ്മിറ്റി എടുത്ത് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അവരെ ഉൾപ്പെടുത്തി. എന്നാൽ ഇതിനെ 3 മെമ്പർമാർ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. അവർ പറയുന്ന സബ് കമ്മിറ്റിയുടെ ആവശ്യമില്ല, അങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ കിടന്നാൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെ മുൻപോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. ഇതിൽ നിന്ന് കൃത്യമായ ഒരു വരുമാനം പഞ്ചായത്തിനുണ്ടാകണം. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയോ സാംസ്കാരിക സംഘടനയോ വാടക കിട്ടുന്നില്ല. അതാണ് കഴിഞ്ഞ വർഷം 12,000 രൂപ ആയി മാറിപ്പോയത്. ഒരു വർഷത്തെ വരുമാനം ആകെ 12,000 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് കൃത്യമായി ഇതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ നടത്തണമെങ്കിൽ ഇതിന് സാമ്പത്തികം വേണം. ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സ് എടുത്ത് മറ്റുള്ള സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടെ വന്ന് പരിപാടി നടത്തി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ സർക്കാർ പരിപാടികളാണെങ്കിൽ പോലും ഇവിടെ നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളും കറണ്ട് ചാർജ് അല്ലെ മറ്റ് ക്ലീനിങ് ചാർജ് ഉൾപ്പെടെ പഞ്ചായത്ത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ മറ്റ് സർക്കാരാണെങ്കിലും സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിലും സാംസ്കാരിക സംഘടന ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും കൃത്യമായ ഒരു റെന്റ് ഇതിന് തരണം. അത് മാത്രമല്ല, ആദ്യമേ ഒരു കോഷൻ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിൽ നാശനഷ്ടം വരുത്തി വെക്കുന്നത് പിന്നീട് ആര് പരിപാലിക്കാനാണ്, ആര് നിർമ്മിക്കാനാണ്? ഇവിടെ ടാപ്പ് ഒടിച്ച് കളയുന്നു, ബാത്റൂം കേടാക്കി ഇടുന്നു, കസേരകൾ മോഷണം പോകുന്നു. 300 കസേര മോഷണം പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് കൃത്യമായി ഒരു നഷ്ടപരിഹാരം, അത് കോഷൻ ഡിപ്പോസിറ്റ് മേടിച്ചാൽ മാത്രമേ പരിപാടി കഴിയുമ്പോൾ അത് തിരിച്ച് നമുക്ക് കൈകാര്യം ചെയ്ത് എടുക്കുവാൻ പറ്റത്തുള്ളൂ. ഇവിടെ പ്രൈവറ്റ് ഹോളുകളൊക്കെ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയോ 1.4 ലക്ഷം രൂപയോ അല്ലെ 50,000 രൂപയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ നിരക്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പരിപാലനത്തിനുള്ള കൃത്യമായ തുക നമുക്ക് ലഭിക്കണം. എന്നും ജനങ്ങളുടെ ടാക്സ് എടുത്ത് മറ്റുള്ള സംഘടനകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരിട്ട് ഇത് നടപ്പിലാക്കാൻ പോകുമ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരാളുടെയും നമ്മൾ ഇതിന്റെ താക്കോൽ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുവാനും ഇതിന്റെ നഷ്ടങ്ങൾ വരുന്നോന്ന് പരിശോധിക്കാനും ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് സമയമില്ല, അത് വന്ന് കൃത്യമായിട്ട് ഇവിടെ പരിശോധിക്കുക. ഇപ്പം ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഒരു സെക്യൂരിറ്റിയെ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ഒരു തീരുമാനം സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അടിയന്തരമായിട്ട് തന്നെ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈയിടെയും കൂടെ സമയം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത ജനറൽ കമ്മിറ്റി വെച്ച് അത് അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്ത് ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് എന്തെങ്കിലും അതിന്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഈ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിന് പറയുന്ന ഈ സ്ഥലം ഇപ്പം മാലിന്യ പ്ലാന്റ് ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു സ്റ്റേഡിയം എത്രമാത്രം പ്രാക്ടിക്കൽ ആകുമെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ MPയോടൊക്കെ ഇതിന് കോർട്ടൊക്കെ പണിയുന്ന കാര്യം, ടർഫ് ഉൾപ്പെടെ പണിയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഫീസിബിലിറ്റി കിട്ടത്തില്ല, വെള്ളം കയറുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ചെറിയ തടസ്സത്തിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ കിഴക്കോട്ടുള്ള വസ്തു നിലം ഏറ്റെടുത്ത് അക്വയർ ചെയ്ത് അതിന്റെ ഫയൽ നമ്മൾ എടുത്തിട്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതാ ചെറിയാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അടിയന്തരമായി കളക്ടറെ കണ്ട്, അതിലിപ്പോൾ ഞങ്ങൾ കളക്ടറേറ്റിലൂടെ തന്നെ പോവുകയാണ്. കണ്ടിട്ട് അതിന്റെ മുമ്പോട്ടുള്ള നിലം അക്വയർ ചെയ്തിട്ട് അവിടെ ഒരു കുട്ടികളുടെ പാർക്കും കളിസ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ രീതിയിലുള്ള വികസന പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഈ വേനൽ കടുത്തോടെ ശുദ്ധജലക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് നടപടികൾ അവിടെ എടുത്തത്? അല്ലെ, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓൾറെഡി ഒരു 2 ആഴ്ച മുമ്പേ ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം കൂടെ പോയി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണുകയും അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നു അങ്ങനെ വെള്ളത്തിന് ഒരു പ്രയാസം വരത്തില്ല. എന്നാൽ അന്ന് മുതലേ വലിയൊരു പ്രയാസം ഇപ്പം കോഴഞ്ചേരിയിൽ ഇല്ല. ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞു വറവ് വരികയാണ്, വറവിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരണം, പിന്നെ പൈപ്പ് ലൈൻ പൊട്ടാതെയും അല്ലാതെ മറ്റു പ്രോബ്ലം ഒന്നും ഉണ്ടാകാതെ അങ്ങനെ ഒരു പ്രയാസം വരത്തില്ല എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒരു ഉറപ്പ് തന്നിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തിനെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രയാസം വരത്തില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് UDFന്റെ നേതൃത്വത്തിലുള്ള കോഴഞ്ചേരി പഞ്ചായത്തും പ്രസിഡന്റും. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.
വാർത്തകൾ തുടർന്നു. ഇടുക്കി മൂന്നാർ പള്ളിവാസലിൽ ടാക്സി ഡ്രൈവർമാരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഡ്രൈവേഴ്സ് ഐക്യ ട്രേഡ് യൂണിയൻ പ്രതിഷേധിച്ചു. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും ചിന്നക്കനാൽ കൊളുക്കുമല ഡ്രൈവേഴ്സ് ഐക്യ ട്രേഡ് യൂണിയൻ ആവശ്യപ്പെട്ടു. ടാക്സി ഡ്രൈവർമാർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കുക. ടാക്സി ഡ്രൈവറെ ഷൂയിട്ട് ചവിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ മാപ്പ് പറയുക. മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കുക. ടാക്സി ഡ്രൈവർമാരെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചിന്നക്കനാൽ കൊളുക്കുമല ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ സൂര്യനെല്ലി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ഡ്രൈവർമാരും പങ്കെടുത്തു. സൂര്യനെല്ലിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിന്നക്കനാലിൽ സമാപിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കണ്ണൂർ കൂത്തുപറമ്പിൽ വ്യാപാര വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരി മിത്ര അംഗങ്ങളുടെ ആശ്രിതർക്ക് മരണാനന്തര ആനുകൂല്യവും കൈമാറ്റവും സംഘടനയിൽ അംഗങ്ങളായ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നടന്നു. സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. 10 കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. ചികിത്സാ ആനുകൂല്യങ്ങളുടെ കൈമാറൽ മുൻ നഗരസഭാ ചെയർമാനും വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള സാന്ത്വന സഹായ വിതരണം സംസ്ഥാന ട്രഷററും നിർവഹിച്ചു. മുതിർന്ന അംഗങ്ങളുടെ ആനുകൂല്യ വിതരണം ജില്ലാ പ്രസിഡന്റും നിർവഹിച്ചു. ദേശീയപാത 2ാം റീച്ചിന്റെ നിർമ്മാണത്തിൽ അടിമുടി അപാകതയും അശാസ്ത്രീയതയും എന്ന പരാതി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്ത് നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഓവുചാൽ നിർമ്മാണത്തിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രദേശവാസികൾ ആരംഭിച്ചു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന 2ാം റീച്ചിൽ വ്യാപകമായ ക്രമക്കേടുകളും അശാസ്ത്രീയതയുമാണുള്ളത്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ഈ കരാർ കമ്പനി മുന്നോട്ട് പോകുന്നതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് നിവാസികളാണ്. ഇവർക്ക് ഒത്തിരിയേറെ ദുരിതങ്ങൾ ഈ റോഡ് പണി മൂലം ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്ന് ഇവർ തന്നെ നേരിട്ട് പറയും. എന്താണ് നിലവിൽ നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? കഴിഞ്ഞ 4 വർഷക്കാലമായി നാഷണൽ ഹൈവേയുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മന്ദഗതിയിലാണ് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇവിടുത്തെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിലാണ് ഡ്രൈനേജ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. രാത്രികാലങ്ങളിലാണ് ഡ്രൈനേജിൻ്റെ നിർമ്മാണം ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്നില്ല. രാവിലെ ആകുമ്പോഴേക്കും അശാസ്ത്രീയമായ നിലയിലേക്ക് ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാത്ത നിലയിലേക്കാണ് ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളക്കെട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ആശങ്ക നിലവിലുണ്ട്. ഒഴുക്കിവിടാൻ ആവശ്യമായിട്ടുള്ള നിലയിലേക്കുള്ള ആ ശ്രമം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഈ ഡ്രൈനേജ് അടിയന്തരമായും ക്രമീകരിക്കണം. അതിന് പുറമെ ഇതിന് മേൽപ്പാലമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയിൽ കൂടി വാഹനങ്ങൾ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നതാണ്. പക്ഷെ കടന്നു പോകുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ ഈ വാഹനത്തിൻ്റെ ടോപ്പ് പാലത്തിന് മുകളിൽ മുട്ടുകയും വലിയ നിലയിലേക്കുള്ള ഒച്ചയും സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഞങ്ങൾക്കെല്ലാം വലിയ നിലയിലേക്കുള്ള ആശങ്ക ഉണ്ടാകുകയാണ്. അതെല്ലാം അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലേക്ക് ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഇടപെടണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഈ റോഡിന് വേണ്ടി സ്ഥലം വിട്ട് നൽകിയവർ ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കയിലാണ്. മാത്രമല്ല ഈ ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. എന്താണ് ഇത്? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ റോഡിന്റെ പണി മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇതുപോലെ തന്നെ രാത്രികാലങ്ങളിലാണ് പണി നടക്കുന്നത്. അതും തെറ്റായ ഇതിന്റെ അശാസ്ത്രീയപരമായ ഇതിലൂടെയാണ് റോഡിന്റെ പണി നടക്കുന്നത്. റോഡിന് വീതി കുറവാണ്. രാത്രികാലങ്ങളിലെ അപകട സാധ്യത കൂടുതലാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൂടുതൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പൊടി അടക്കമുള്ള ശല്യങ്ങൾ കൂടുതലാണ്. മാത്രമല്ല ഈ മഴക്കാലം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് മുൻകൂട്ടി കാണാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്താണ്? അതെ, പൊതുവെ ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. താഴ്ന്ന പ്രദേശമാണ്, വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അശാസ്ത്രീയപരമായിട്ടുള്ള ഈ ഡ്രെയിനേജ് സിസ്റ്റം കൊണ്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന മഴക്കാലത്ത് എങ്ങനെയൊക്കെ ഉപദ്രവം ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള പൊടിയും ശബ്ദങ്ങളും കൊണ്ട് നമുക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ 4 വർഷം. ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ എല്ലാം ബുദ്ധിമുട്ടിലാണ് നമ്മളുള്ള. ഇതിൻ്റെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഇതിനെ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അവരോട് അതിൻ്റെതായ രീതിയിൽ ഒന്ന് പ്രവർത്തിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ ഒതുക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയെന്ന്. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തൊരുമയോടുകൂടി അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. അത്
എന്താ പറയുക, എല്ലാവരും കൂടി ഒന്നിച്ചുണ്ട്. വീട്ടമ്മമാരാണ് എല്ലാം, നമ്മൾ അനുഭവിക്കുന്ന വീട്ടമ്മമാര്, കുട്ടികളും എല്ലാം അടക്കം അനുഭവിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു പ്രതികരണം ആ ലെവലിലേക്ക് നീങ്ങും. തീർച്ചയായും കൂടുതൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആശങ്കകൾ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരെന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറഞ്ഞത്? പല പ്രാവശ്യം ഈ റീച്ചിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കലക്ടറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടിരുന്ന പല പ്രാവശ്യം നമ്മൾ അവരുമായി ചർച്ച ചെയ്തു. ഈ 2ാം റീച്ചിനകത്ത് ഈ കാഞ്ഞങ്ങാട് ആറങ്ങാടി മുതൽ തന്നെ ആറങ്ങാടി മുതൽ പടന്നക്കാട് വരെയുള്ള പ്രദേശത്ത് ഇവരുടെ വർക്കെല്ലാം തന്നെ വളരെ സ്ലോയിലാണ് നടക്കുന്നത് തന്നെ. അതെല്ലാം തന്നെ വർക്കിലെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇവരുടെ വർക്ക് നടക്കുന്നത്. ഒന്നും ഒരു പൂർത്തീകരിക്കുന്നില്ല. എല്ലാം ഒരു പകുതിക്കിട്ട് അല്ലെങ്കിൽ പകുതി വെച്ചുകൊണ്ട് നിർത്തി പോകുന്ന ഒരു സ്ഥിതിയാണ്. ഇതുവരെയും അത് ഒരു സ്ഥലത്തും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്നു. ഈ പ്രദേശത്തിലെ ജനങ്ങളാകെ നേരത്തെ ഇവിടെ ആശങ്ക പറഞ്ഞ പോലെ വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രശ്നം ഒരു പ്രധാനപ്പെട്ടതാണ് ഈ പ്രദേശത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയങ്ങൾ നിലവിൽ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ നേരിടുന്നുണ്ട്. അത് പിന്നെ മഴക്കാലം കൂടി വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവരുടെ വീടുകളിൽ മുറ്റത്തും കളത്തിലെല്ലാം തന്നെ വെള്ളം കെട്ടിയിരിക്കുന്നൊരു പ്രശ്നം നേരത്തെ തന്നെ അവരുടെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ അതൊന്നും തന്നെ പരിഹരിച്ച് പോകാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ അന്ന് ഡ്രെയിനേജ് 2 ലെവലിലാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് വലിയ രീതിയിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കും. ആ ഒരു ആശങ്ക നിലവിൽ ജനങ്ങളിൽ ഉണ്ട്. ഇത് പ്രത്യക്ഷത്തിലായാലും പരോക്ഷത്തിലായാലും എത്രത്തോളം ആളുകളെയാണ് നേരിട്ട് ബാധിക്കുക? ഈ നമ്മുടെ ഈ പ്രദേശത്ത് ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിനാൽ ഈ വാർഡ് 19ാം വാർഡ് എന്ന പ്രദേശമാണ്. കാഞ്ഞങ്ങാട് സൗത്ത് എന്ന് പറയുന്ന പ്രദേശം പല വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ അശാസ്ത്രീയമായി പണിത ഈ ഡ്രെയിനേജ് 2 ഘട്ടങ്ങളാണ് കാണുന്നത്. നമ്മുടെ ഈ പരിസരമായി സ്ത്രീകൾ വരാൻ കാരണം തന്നെ അവർക്ക് താമസിക്കാൻ വളരെ ഭീഷണിയാണ്. വാഹനങ്ങൾ തൊട്ടടുത്ത് വീടിൻ്റെ അരികിലാണ് പോകുന്നത്. ഇത് പറഞ്ഞ കണക്ക് 7 മീറ്ററിലെ റോഡ് 7 മീറ്ററും വിത്ത് നമുക്ക് ഫുട്പാത്തും കൂടി ആവശ്യമുണ്ട്. അത് അത്രയും കൂടിയും അവർ അതിൻ്റെ അശാസ്ത്രീയമായ പണി എടുത്തുകൊണ്ട് ജനങ്ങൾ വളരെ ഭീഷണിയാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നവരെ നമ്മുടെ ജനങ്ങൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങേണ്ട രീതിയിലേക്ക് മാറുകയാണ്. ഈ ഇവിടെ നിലവിൽ ഈ വെള്ളപ്പൊക്കമുള്ള സ്ഥലമാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ബീമിൻ്റെയൊക്കെ പ്രവർത്തനം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം നിങ്ങൾ ഉയർത്തുന്നുണ്ടോ? കാരണം ഇതിൻ്റെ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രദേശത്ത് എന്താണ് ജലത്തിൻ്റെ അവസ്ഥ അതൊന്നും കാണാതെ തന്നെ അത് ഹൈറ്റ് കുറച്ചിട്ടാണ് ഇവിടെ ബീം പണിതിട്ടുള്ളതെന്നല്ലാന്ന് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ നിലവിൽ ഇതിനൊരു ചെരിവ് വന്നതായിട്ടൊരു ആരോപണം ഉയരുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ട്? അങ്ങനെ താഴ്ന്നു പോകുന്നൊരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. മുമ്പ് വണ്ടികളൊന്നും അതിന് മുകളിൽ ടച്ച് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വാഹനങ്ങൾ മുകളിൽ ടച്ച് ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. അതിന് പില്ലറിന് വല്ല വിധത്തിലും താഴ്ച വരുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം കൂടി നമ്മുടെ ഭാഗത്തുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച് ഇനി പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ സമരസമിതിയൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും ഇത് ശരിയായ രീതിയിൽ ഇത് പൂർത്തീകരിച്ചിട്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിത് അധികാരിയുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, അവരെ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതിനുശേഷം അതിന് പരിഹാരമായില്ലെങ്കിൽ തീർച്ചയായും ഈ പ്രദേശത്തിലെ ആളുകളെല്ലാം ജനങ്ങളെല്ലാം അണിയിരുന്നുകൊണ്ട് ഒരു പ്രക്ഷോഭം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇടയാക്കുന്നുണ്ട്. കാരണം നിങ്ങളാണ് ഈ 24 മണിക്കൂറും വീട്ടിലെന്ന പോലെ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ പൊടിയടക്കം ജലമടക്കം വീട്ടിലേക്ക് വരുന്നൊരു സ്ഥിതിവിശേഷം. വീട്ടിലേക്ക് തന്നെ വെള്ളം വരും, എല്ലാ കൊല്ലവും വെള്ളം വരും. ഇപ്രാവശ്യത്തെ അവസ്ഥ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. വീട് തന്നെയായി പൊടിയാണെന്നെങ്കിൽ അതിനേക്കാളും പിന്നെ എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞോക്കെല്ലാം ഇപ്പോൾ അസുഖവും ചുമയും എല്ലാം ആയിട്ടാണല്ലേ. ഇതിനൊരു ശാശ്വത പരിഹാരം തന്നെ വേണം. ശാശ്വത പരിഹാരം കാണണം. പിന്നെ ഈ പണിയെടുത്ത് അവർ അവിടെ വെച്ച് അവിടെ പോയി, പിന്നെ എവിടെയെങ്കിലും പോയി, പിന്നെ ആദ്യം തൊട്ട് പിന്നെ എവിടെയെങ്കിലും തൊട്ടിട്ട് വെച്ചിട്ട് ആദ്യം വന്നു. ക്ലിയർ ആയിട്ട് അവർ പണിയെടുത്തിട്ട് വിടുന്നില്ല അവർ. അതാണ് പ്രശ്നം. വികസനത്തിന് വേണ്ടി സ്വന്തം വീടും പറമ്പും വിട്ടു നൽകിയവർക്കാണ് ഇപ്പോൾ ഈ ദുർഗതി നേരിടേണ്ടി വന്നിരിക്കുന്നത്. അധികൃതർ അടിയന്തരമായി ഇടപെടുകയും ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും വേണം. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. കൊച്ചിയിലെ പനമ്പള്ളി നഗർ നിരവധി വെല്ലുവിളികൾ നേരിടുന്നെന്ന് പരാതി. പ്രദേശത്ത് നിരവധി വസ്തുക്കൾ അലക്ഷ്യമായി കിടക്കുന്നതാണെന്നാണ് ആക്ഷേപം. നിരവധി ആളുകൾ എത്തുന്ന നഗരത്തെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒരിക്കൽ കേരളത്തിലെ മാതൃകാ റോഡായിരുന്ന പ്രദേശം, ഏറ്റവും മികച്ച പാർപ്പിട മേഖല. അതെ, പറഞ്ഞു വരുന്നത് പനമ്പള്ളി നഗറിനെ കുറിച്ച് തന്നെയാണ്. എന്നാൽ ഇന്ന് പനമ്പള്ളി നേരിടുന്നത് വൃത്തിഹീനമായ സാഹചര്യമടക്കം നിരവധി പ്രശ്നങ്ങളാണ്.
വർഷം മുൻപാണ് ടൂറിസം ഫണ്ട് ഉപയോഗിച്ച് പനമ്പിള്ളിയിലെ നടപ്പാതകൾ പൂർത്തിയാക്കിയത്. എന്നാൽ ഇന്ന് പല നടപ്പാതകളും പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. അലക്ഷ്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ പ്രദേശത്തിന്റെ ശോഭ കെടുത്തി. പൊട്ടിക്കിടക്കുന്ന ഓടകൾ കൊതുകുകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത് സ്ഥലത്തെത്തുന്ന ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്നു. പ്രത്യേക പരിഗണന നടത്തി പനമ്പിള്ളി നഗറിനെ പരിപാലിച്ചില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോകുന്ന കൊച്ചിയുടെ ഒരു മുഖമായി മാറേണ്ട പനമ്പിള്ളി നഗറിനെ അവഗണനയോടുകൂടി മുന്നോട്ട് പോകുന്നുള്ള പരാതിയാണ് അവിടുത്തെ താമസക്കാർക്കുള്ളത്. മിക്സഡ് കോളനിലേക്ക് മാറ്റുമ്പോഴും അവിടുത്തെ താമസക്കാർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു. അവിടെ ഹോട്ടലുകൾ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നന്നായിട്ട് അത് ക്രമീകരിച്ച് പരിപാലിച്ചു പോകുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല ബ്യൂട്ടിഫൈ ചെയ്തുള്ള പ്രദേശമാകേണ്ട പനമ്പിള്ളി നഗർ ഇന്ന് അങ്ങനെയല്ല കിടക്കുന്നത്. ഓടകൾ വൃത്തിയാക്കി മുകളിൽ സ്ലാബ് ഇടുന്നതിന് പകരം കാനയിൽ വീഴാതിരിക്കാൻ ഓടയ്ക്ക് വേലി കെട്ടിയിരിക്കുന്നതിനാൽ പലയിടത്തും ദുർഗന്ധവും രൂക്ഷമാണ്. അവിടെ ഒരു കുട്ടി വീണ് ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു അപകടം ഉണ്ടായപ്പോൾ അത് മറക്കി വെക്കാനായിട്ട് ഫെൻസിങ് മാത്രമാണ് ഇപ്പോൾ നടത്തി മുന്നോട്ട്. താൽക്കാലിക ഫെൻസിങ് നടത്തിയിട്ട് അവിടെ നല്ല രീതിയിൽ കാനയ്ക്ക് മുകളിൽ സ്ലാബിട്ട് നടപ്പാതയും സൈക്കിൾ ട്രാക്കും വരുമെന്ന് പറഞ്ഞിട്ടും മുന്നോട്ട് പോയിട്ടില്ല. ഈ ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടും. ബഡ്ജറ്റിൽ വെക്കുക മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള കാര്യങ്ങളുമായിട്ട് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ആരംഭിക്കുകയാണ്. GCDയുമായി കൈകോർത്ത് അവിടെയുള്ള പാർക്കുകളൊക്കെ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിക്കും. പനമ്പിള്ളി നഗറിനെയും ഗിരിനഗറിനെയും ബന്ധിപ്പിക്കുന്ന എൽഡേഴ്സ് ഫോറം പാലം ഇത്രകാലമായിട്ടും ബലപ്പെടുത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തണൽ മരങ്ങൾ, പുൽത്തകിടികൾ, പൂച്ചെടികൾ എന്നിവയ്ക്ക് കൃത്യമായ പരിപാലനം ആവശ്യമുണ്ട്. ചെറിയ മഴയിൽ പോലും പനമ്പിള്ളിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതും സ്ഥിരം കാഴ്ചയാണ്. ദിനംപ്രതി പെരുകുന്ന ഭക്ഷണശാലകളും മാലിന്യങ്ങളും പ്രദേശത്തിന്റെ മാതൃകയിൽ മാറ്റം വരുത്തുന്നതിനും കാരണമായിട്ടുണ്ട്. ദിവസേന നിരവധി ആളുകൾ വന്നു പോകുന്ന പ്രദേശമാണ് പനമ്പിള്ളി. പനമ്പിള്ളിക്ക് ഇനി വേണ്ടത് വികസനമാണ്, പുതിയ മാറ്റമാണ്. കാരണം കേരളത്തിന്റെ മുഖമായി മാറേണ്ട പ്രദേശം ഒരിക്കലും നശിച്ചു പോകരുത്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഇടവേള.